സച്ചിയുടെയും രേവതിയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സച്ചിയുടെയും രേവതിയും രാവിലെ അവരുടേതായ ജോലിക്കൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. സച്ചി ആണെങ്കിലോ വണ്ടി ഓടിക്കാനും അതുപോലെ തന്നെ രേവതി ആണെങ്കിൽ പൂ വിൽക്കാനുമായിട്ട് പോയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് രേവതിയുടെ അനിയത്തി അവളെ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവളെ കോൾ ചെയ്യുമ്പം എന്താണെന്ന് ചോദിക്കുകയാണ്. ചേച്ചി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് അത്യാവശ്യമായിട്ട് വാന്ന് പറയുമ്പം എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പറയാം, നീ ആദ്യം ഹോസ്പിറ്റലിലേക്ക് വാ, ചേച്ചി ആദ്യം ഹോസ്പിറ്റലിലേക്ക് വാന്ന് പറയുന്നുണ്ട്. അതെ, 10 മുഴം പൂവും കൂടെ എടുത്തോട്ടോ എന്ന് പറയുമ്പോഴേക്കും രേവതി അടുന്ന് 10 മുഴം പൂവുമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അവിടെയാണ് അവരുടെ അനിയത്തിക്ക് ജോലി കിട്ടിയത് കേട്ടോ. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കായിരിക്കും അക്കൗണ്ടിങ് സെക്ഷനിലൊക്കെ ആയിട്ട്. അപ്പോഴേക്കും രേവതി അവിടെ ചെന്നിട്ട് എന്താ കാര്യം ചോദിക്കുകയാണ്. അതെ, ഇവിടെ കുറച്ച് പേർക്ക് പൂവിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇതുപോലെ 10 മുഴം വേണം, പിന്നെ ഫംഗ്ഷനും ബാക്കി എല്ലാ കാര്യത്തിനും ചേച്ചിക്ക് തന്നെയായിരിക്കും പൂവിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുകയാണ്, അല്ല നിനക്ക് അമ്മയ്ക്ക് പിടിച്ചു കൊടുക്കത്തില്ലായിരുന്നു, അങ്ങനാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് ബിസിനസ് ആവത്തില്ലേ എന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് ആവുന്നതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസത്തിന് റെസ്റ്റ് എടുക്കാനായിട്ട്. ചേച്ചിയല്ലേ ഞങ്ങൾക്ക് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്, അച്ഛൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ചേച്ചിയല്ലേ ഉള്ളത്, അതുകൊണ്ട് ചേച്ചിക്കാ ഇപ്പോൾ ഇതൊക്കെ ആവശ്യം. കൊള്ളാടി, നീ അപ്പോൾ എനിക്ക് ഓർഡറൊക്കെ പിടിച്ചു തരാൻ മാത്രമാണെന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് കിട്ടും ചേച്ചി എന്ന് പറയാണ്. അങ്ങനെ രണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നവർ കാണുന്നുട്ടോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, അനിയത്തി ചോദിക്കുകയാണ്, അല്ല ചേച്ചി ഇത് ഗൈനക്കോളജി മാത്രമുള്ള ഹോസ്പിറ്റലല്ലേ, ഇങ്ങോട്ട് അവർ വരുന്നത്, അവർക്കൊരു പ്രഗ്നൻസി ഉണ്ടോ? രേവതി പറയണം, എൻ്റെ പൊന്നു മോളെ ഇത് പറഞ്ഞതിന് ഒരു പ്രാവശ്യം ഞാൻ വായിന്ന് കേട്ടതാ, ഇനി ഞാനെങ്ങും ഇല്ല. ഒരു തവണ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞേനെ ഞാൻ കുറേ വായിന്ന് കേട്ടു, അവരെ കാര്യത്തിൽ ഇടപെടാന്നൊക്കെ പറഞ്ഞ് കുറേ എന്നെ പറഞ്ഞു. ഇനി എന്തായാലും ഞാൻ അമ്മാതിരി കാര്യങ്ങളൊന്നും ചോദിക്കാൻ കൂടിയില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും അറിയണ്ടേ ചേച്ചി, എനിക്കൊന്നും അറിഞ്ഞ താല്പര്യമില്ല, ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് എങ്കിലും ഇവരെന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നേ, ഇവർക്കിപ്പം പ്രഗ്നൻസി വല്ലതും ഉണ്ടോ എങ്കിലും അറിയണ്ടേ ചേച്ചി എന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്താടി കുഴപ്പം, ഞാൻ പോവാ, എനിക്ക് വേറെ കച്ചവടമുണ്ട്, ചേച്ചി എനിക്ക് ഒന്ന് അറിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവിടെ റിസപ്ഷനുള്ള പെണ്ണോട് പോയിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്, അല്ല പോയ പെണ്ണിനെ എന്താ പ്രശ്നം എന്ന് ഡോക്ടറെ കാണുന്നേ, നിങ്ങളെന്തൊക്കെ അറിയുന്നേ, അതൊന്നും അറിയണ്ട, അതൊക്കെ പേഷ്യൻ്റെ സീക്രട്ട് അല്ലേ, അതൊന്നും പറയാൻ പാടില്ല. എന്നോട് നിനക്ക് പറയത്തില്ലേ, ഞാൻ അവിടുത്തെ സ്റ്റാഫല്ലേ, സ്റ്റാഫ് ആണെങ്കിലേ നീ അക്കൗണ്ടിങ് സെക്ഷനിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, റിസപ്ഷനിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എടി അതല്ല ചോദിക്കുന്നത്, അവൾക്ക് എന്താ പ്രശ്നം, അവളെ എൻ്റെ ചേച്ചിയുടെ കോസിസ്റ്ററാ, അതുകൊണ്ടാണ് ചോദിച്ചത്, അവരുടെ പ്രഗ്നൻസി ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നല്ല വിഷയമല്ലേ അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുമ്പം, അല്ല നിങ്ങൾ കുടുംബക്കാരാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ചോദിച്ചൂടെ, ചോദിക്കാം എങ്കിലും ഒന്ന് അറിഞ്ഞിട്ടാകുമ്പം, അല്ല വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയണമല്ലോ, അവൾക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവൾ പറയാതെ മറച്ചു വെച്ചിരിക്കുകയാണെങ്കിലോ, അതുകൊണ്ടാണ്. അവർ രണ്ടാമത്തെ കൺസീവിങ് ആണിത്, രണ്ടാമത്തെ ഗർഭമാ, അതുകൊണ്ട് അവർ ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെയോ, എന്ത് രണ്ടാമത്തെ ഗർഭമോ എന്നും ചോദിച്ച് അനിയത്തി ഞെട്ടിപ്പോകുന്നുണ്ട്. രണ്ടാമത്തെ ഗർഭമോ? അതെ, നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് രേവതി അടുത്തേക്ക് അനിയത്തി ചെല്ലുന്നുണ്ട്. എന്താടി റിസപ്ഷനിൽ എന്ത് പറഞ്ഞു? ചേച്ചി അത് പിന്നെ അവർ പറഞ്ഞത് അതിപ്പോൾ ശ്രുതിയുടെ 2ാം ഗർഭമാണെന്നാ. 2ാം ഗർഭമോ? നീ എന്തൊക്കെയാ പറഞ്ഞേ? അതെ ചേച്ചി, അവരങ്ങനാ പറഞ്ഞത്, ശ്രുതി നേരത്തെ പ്രസവിച്ചതാണെന്നും ഇത് 2ാമത്തെ ആണെന്നൊക്കെ രീതിക്ക് അവർ പറയുന്നേ. 2ാമത്തെ ആണെന്നോ? നീ എന്തൊക്കെയാണ് പറഞ്ഞത്? അതിന് വരെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമല്ലേ ആയുള്ളൂ, അതിനിടയ്ക്ക് അവർക്ക് അങ്ങനെ സംഭവിച്ചിട്ട് കൂടി ഇല്ലല്ലോ. ചേച്ചി എന്തൊക്കെയോ സംഭവമുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വേണമെങ്കിൽ പോയി നഴ്സിനോട് ചോദിച്ചു നോക്കട്ടെ. വേണ്ട, നീ ചോദിക്കാനൊന്നും പോകണ്ട, വെറുതെ ഇനി അതിന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്തായാലും ഞാനിതിപ്പം ആരോടെ പറയാം, എന്താ ചെയ്യുക, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോടി, ആകെപ്പാടെ വിഷയമായല്ലോ, എൻ്റെ മനസ്സമാധാനം പോയി എന്ന് പറഞ്ഞ് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ രേവതി. അപ്പോഴേക്കും അനിയത്തി പറയുന്നുണ്ട്, അല്ല ചേച്ചി എങ്കിലും ആദ്യത്തെ ഗർഭം എന്നൊക്കെ 2ാമത്തെ ഗർഭം എന്നൊക്കെ പറയുമ്പം ആദ്യം ഒന്ന് ഗർഭിണി ആയവരല്ലേ 2ാം ഗർഭം എന്നൊക്കെ പറയാം, അങ്ങനെയാണെങ്കിൽ ശ്രുതി നേരത്തെ ഒന്ന് കെട്ടിയതാണോ ചേച്ചി? എൻ്റെ പൊന്നടി നീ ഒന്ന് മിണ്ടാതിരിക്കുക, എനിക്ക് തലയിട്ടെന്നുള്ള തോന്നുക എന്ന് പറഞ്ഞ് രേവതി അവിടുന്ന് അവളുടെ വണ്ടിയുമായിട്ട് നേരെ പോകുന്നുണ്ട് കേട്ടോ. അവൾ പോകുന്നത് ട്രാഫിക്കിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോഴേക്കും അവൾ റോങ് സൈഡ് കയറി ചെല്ലുന്നുണ്ട്, ഒരു വണ്ടിയിൽ ഇടിക്കാനൊക്കെ പോവാണ്. അപ്പോഴേക്കും അയാൾ, മോളെ എവിടെ നോക്കിയായി പോണത്, നേരെ റോഡിൽ നോക്കി ഓടിക്കുക എന്ന് പറഞ്ഞുള്ള വഴക്ക് പറയണം. ശരിക്കും ഇവിടെ രേവതിയുടെ മൈൻഡ് മൊത്തം ഹോസ്പിറ്റലിൽ പറഞ്ഞ കാര്യം കേട്ടോ, ശ്രുതിയെക്കുറിച്ചുള്ള കാര്യമാണ് ശരിക്കും ഇവരുടെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതിക്ക് ആകെപ്പാടെ അങ്ങ് വാരിഡായി നടക്കുകയാണ്. വീട്ടിലേക്ക് ചെല്ലുന്ന വഴിക്ക് തന്നെ നമ്മുടെ സച്ചി പറയാണ്, എടി ഒരു കാര്യം അറിഞ്ഞോ, ഒരു പെണ്ണെ പ്രസവിക്കാറായി നിൽക്കുക, പെട്ടെന്ന് ഓട്ടവാ, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. ചേട്ടാ നിന്നേ സച്ചിയേട്ടാ, ഞാനൊരു കാര്യം ചെയ്യട്ടെ,
ആദ്യത്തെ പ്രസവമാണെങ്കിലല്ലേ ആദ്യ ഗർഭം എന്ന് പറയുള്ളൂ. ഒന്ന് ഗർഭിണിയായി രണ്ടാമത്തെ ഗർഭിണിയാണെങ്കിൽ രണ്ടാമത്തെ ഗർഭിണി എന്നല്ലേ പറയുള്ളൂ. നിനക്ക് എന്താ വട്ടായോ, നീ എന്തൊക്കെയാ ചോദിക്കുന്നേ എന്നും പറഞ്ഞ് സച്ചി ആണെങ്കിൽ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ഇവള് നേരെ ഇങ്ങനെ ഒരേ ലെവലിൽ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്ക് ചന്ദ്ര, ഡി 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 നീ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് വന്നേ, വന്നിട്ട് എനിക്ക് ഗ്ലാസ് ചായ എടുത്തോണ്ടതാ എന്ന് പറയുന്നുണ്ട്. ആദ്യം ആ ഫാൻ ഓണാക്കുന്നത് പറയാം കേട്ടോ. രേവതി ആണെങ്കിലോ ആകെപ്പാടെ കിളി പോയ അവസ്ഥയിൽ പോയി ആദ്യം പോയി TV ഓണാക്കാണ്. ഡി നീ എന്തായി കാണിക്കുന്നേ? അപ്പോഴേക്കും അവിടെ ഒരു ഡെലിവറിയുടെ ഒരു വീഡിയോ ആണ് പ്ലേ ചെയ്യുന്നത് കേട്ടോ TV-ക്കകത്ത്. അത് പോയി കണ്ടിട്ട് ഇത് പ്രസവിക്കുന്നതല്ലേ മേ? ആദ്യം പ്രസവമാണെങ്കിൽ ആദ്യം എന്നല്ലേ പറഞ്ഞേ, അപ്പോൾ രണ്ടാമതാണെങ്കിലോ? നിനക്ക് എന്താടി വട്ടമില്ലായോടി? നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? നീ എന്താ ചെയ്യുന്നേ? നിന്നോട് ഫാൻ ഓണാക്കിയിട്ട് ചായ എടുക്കാനല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. ചായയാണ് അമ്മ ചോദിച്ചത്, നിനക്ക് എന്താ പറ്റിയേ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതിയും വരുന്നുണ്ട്. അപ്പോഴേക്കും ഇവർ രണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എന്നത് നമ്മുടെ രേവതി ആണെങ്കിൽ ശ്രുതിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശ്രുതി എന്നിട്ട് അമ്മയെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുന്നുണ്ട്. രേവതി മനസ്സിലെടുക്കാണ്, ഓ ഇവള് ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കും, അത് പറയാനായിരിക്കും വന്നത് കള്ളി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ കാര്യം ചോദിക്കുക. ശ്രുതി സത്യമാണോടാ, ഞാൻ മുത്തശ്ശിയാവാൻ പോവാണോ? അമ്മേ അതൊന്നും അല്ല, ഇന്നേ ഞങ്ങളുടെ കടയിൽ നിന്ന് 15 GB ഒറ്റയടിക്ക് വിറ്റുപോയത്, അതും ഒരു പ്രൈവറ്റ് കമ്പനിക്കാം. ഇഷ്ടമാണ് ലാഭം എനിക്ക് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. എന്താടാ വീണ്ടും കൊണ്ട് നീ കാശ് തൊലച്ചോടാ? അയ്യോ ആൻറ്റി, ഞാൻ എല്ലാം അന്വേഷിച്ചു, അതെല്ലാം സത്യമായ കമ്പനി തന്നെയാണ്, നല്ല കമ്പനിയാണ്, ഞാനെല്ലാം ആലോചിച്ച് തന്നെ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഇതാണ് എത്ര വലിയ കാര്യം. ഞാനാണെങ്കിലോ നീ ഗർഭിണിയാണെന്നൊക്കെ സന്തോഷിച്ചു. ആൻറ്റി ഇതൊരു സന്തോഷമല്ലേ? സന്തോഷമൊക്കെ തന്നെയാണെങ്കിലും ഒരു കുഞ്ഞിനെ ഓടി നടക്കണ്ടേ, അതല്ലേ എനിക്ക് സന്തോഷമെന്ന് അവൾ ചോദിക്കുകയാണ്. ആൻറ്റി അതൊക്കെ ശരി തന്നെയാ, എങ്കിലും ഇത് മനോജിൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ എന്ന് മനോജ് അല്ല കേട്ടോ, ശ്രുതിയുടെ വലിയ അച്ചീവ്മെൻ്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രുതി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രേവതി ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവളെ ദേ സ്വീറ്റ്സ് എടുക്ക് രേവതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴും സ്വീറ്റ്സ് എടുക്കാതെ ഇവൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കാതിരിക്കും. എന്താ രേവതി, നിനക്ക് എന്താ പറ്റിയേ? ആർക്കറിയാം എന്താണെന്ന്, എന്തോ പിശാച്ച് പിടിച്ചാലോ വന്നപ്പോൾ തൊട്ട് ബിഹേവ് ചെയ്യുന്നത്. ഫാൻ ഉണ്ടാക്കാൻ വന്നപ്പം പോയി TV ഓണാക്കി, എന്തൊക്കെ കാണിച്ച് കൂട്ടുമോ എന്തോ. അങ്ങനെ സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ രേവതി അടുക്കളയിൽ പോയിട്ട് ചായക്ക് വരും കോഫി എടുത്തു തരാണ്. കുടിച്ച പാടെ ചീ നീ എന്താ കാണിച്ചേക്കുന്നേ? എന്താ അമ്മേ, എന്താ പ്രശ്നം? നിന്നോട് ഞാൻ ചായയല്ലേ ചോദിച്ചത്, നീ കോഫി ഉണ്ടാക്കിയേക്കുന്നേ? അയ്യോ അല്ലമ്മേ, ഞാൻ കോഫിയല്ല ചായ ഉണ്ടാക്കിയത്. ശ്രുതി ഇങ്ങോട്ട് വന്നേ, ഇതൊന്ന് കുടിച്ചു നോക്കിക്കേ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, അയ്യോ എടി നീയൊന്നും പോയി കുടിക്കണ്ട, അമ്മയുടെ എച്ചിലാ അത്, അമ്മയുടെ എച്ചിലൊക്കെ കുടിച്ചാൽ നിനക്ക് ഒരു അസുഖം വരും. ഇത് കേട്ട പാടെ നമ്മുടെ ചന്ദ്രൻ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താടാ എനിക്കുള്ള കുഷ്ഠരോഗം ഉണ്ടോടാ നീ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? എൻ്റെ എച്ചിൽ കുടിച്ച് എന്ത് സംഭവിക്കടാന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി ആണെങ്കിൽ നിങ്ങളൊന്ന് മിണ്ടായിരുന്നേന്നും പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ കുടിച്ചു നോക്കാം കേട്ടോ. അതേ രേവതി ഇത് കോഫിയാ ചായ അല്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ സോറി, എനിക്ക് മാറിപ്പോയതായിരിക്കും, ഇന്നാ ഇതുകൊണ്ട് എവിടെ ഊറ്റി കളഞ്ഞിട്ട് വേറെ എടുത്തോണ്ട് വാ, എന്തൊരു ജന്മമാണോ എന്തോ എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അടുക്കളയിൽ പോയിട്ടും ഇവൾ ആകപ്പാടെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തേക്ക് അങ്ങോട്ടേക്ക് വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും ഓടി കയറി വരുന്നുണ്ട്. പിന്നാലെ തന്നെ നമുക്ക് അടുത്തൊരു മാലയൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ സച്ചിയും കയറി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് എല്ലാവരും ചോദിക്കാണ്, ഇതെന്താണ് സച്ചി മാലയൊക്കെ ഇട്ടുകൊണ്ട്? ശ്രുതി അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്തറിഞ്ഞു എന്ന്? ആ സംഭവങ്ങളെല്ലാവേ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാ. അച്ഛാ കേട്ടോ, നമ്മുടെ സച്ചിയേട്ടനെ വൈറലായി, ഇതുപോലെ ഒരു മിടുക്കനെ കണ്ട് കിട്ടില്ലെന്നാ എല്ലാവരും പറഞ്ഞത്. എൻ്റെ ഈശ്വര, ഇപ്പം കണ്ണടച്ചെന്ന് ഉറങ്ങാൻ പോലും പറ്റില്ലല്ലോ, അതും കൂടെ എടുത്തുമാരൊക്കെ വൈറലാക്കി കളയുമോ? എൻ്റെ പൊന്നച്ഛാ, എന്തൊക്കെ ഇവന്മാർ അപ്ലോഡ് ചെയ്യുന്നെന്ന് നമുക്കൊന്നും പറയാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാ നിൽക്കാണ്. വർഷ പറഞ്ഞിട്ട്, ചേച്ചി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? വലിയൊരു സംഭവം നമ്മൾ സച്ചിയേട്ടൻ ഇന്ന് ചെയ്തെന്താണെന്ന് അറിയോ? നിക്ക് ഞാൻ പറയാം. അച്ഛാ എന്താ സംഭവിച്ചെന്ന് അറിയാൻ ചോദിച്ചോണ്ട് സച്ചി പറയാൻ തുടങ്ങാണ്. ഞാനേ ഒരു പെണ്ണിനെയും കൊണ്ട്, ഒരു പ്രഗ്നന്റ് ലേഡി ആയിരുന്നു, അവരെയും കൊണ്ട് പോവായിരുന്നു. പോയ വഴിക്കേ അവർക്ക് പ്രസവനാന്ന് വെച്ചാ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പട പകച്ചുപോയി. ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഇനി ഒരുപാട് ദൂരമുണ്ട്. അപ്പം ഞാൻ മാർക്കറ്റിലേക്ക് പോയി. അപ്പം ചന്ദ്ര ചോദിക്കാണ്, പ്രസവനൊക്കെ കിടക്കുന്ന പെണ്ണെ കൊണ്ടാണോ നീ മാർക്കറ്റിൽ പോയത്? അമ്മേ ഒന്ന് പറയട്ടെ, മുഴുവനൊന്ന് കേക്ക്. അങ്ങനെ ഞാൻ ഇവരെയും കൊണ്ട് മാർക്കറ്റിലേക്ക് പോയി. എനിക്കറിയുന്ന കുറേ ചേച്ചിമാരുണ്ടായിരുന്നു, എല്ലാവരും വിളിച്ചിട്ട് വന്നു. എല്ലാവരും കൂടി കാറിന് ചുറ്റും ഒരു സാരിയൊക്കെ മറച്ച് കെട്ടി. അച്ഛാ 4 മിനിറ്റ് കഴിഞ്ഞപ്പം അവർ പ്രസവിച്ചാ, അതും ഒരു പെൺകുഞ്ഞ്. രേവതി ദാ ഈ കയ്യിൽ ഇങ്ങനെ രേവതി എനിക്ക് കുഞ്ഞിനെ തന്നത്. ആ കുഞ്ഞിന്റെ മുഖം നീ എൻ്റെ കയ്യിൽ പൂ തരത്തില്ലേ, അതുപോലെ ഇരുന്നു, പഞ്ഞി പോലെ ഇരുന്നു. ആ പാലിന്റെ മണം പോലും മാറിയില്ല, ആ മണം വരെ എനിക്ക് കിട്ടി രേവതി. അതും ഞാൻ അവർ ദൈവമെന്നും പറഞ്ഞ് എൻ്റെ കൂടെ തരുമായിരുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീര് ഒരു തുള്ളി ആ കുഞ്ഞിന് മേത്ത് വീണു രേവതി എന്നൊക്കെ പറയുന്നുണ്ട്.
അച്ഛാ അതൊക്കെ എടുത്ത് ആരോ സോഷ്യൽ മീഡിയ ഇട്ടു, കണ്ടവരെല്ലാരും ഇതുപോലെ ഒരു മകനെ പ്രസവിച്ചൊരു ഭാഗ്യവതി എന്നൊക്കെ പറഞ്ഞു. ഓ ഇതാണ് വലിയ സംഭവം എന്ന് പറഞ്ഞ് ചന്ദ്ര പറയുന്നുണ്ട്. രേവതി ആണെങ്കിലും മിണ്ടാ നിൽക്കാണ്. വർഷ പറയുന്നുണ്ട്, എന്തായാലും ചേട്ടാ ഗ്രേറ്റ്, നിങ്ങൾ ഒരു ഗുഡ് ജെന്റിൽമാൻ ആട്ടോ, അതെന്തായാലും നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അച്ഛാ ഇപ്പൊ മാർക്കറ്റിൽ ഇവിടെ എല്ലായിടത്തും സൂപ്പർ സ്റ്റാറാ നമ്മുടെ സച്ചിയേട്ടൻ എന്ന് പറയുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇതാണോ വലിയ കാര്യം? ഇതൊക്കെ ആര് വിചാരിച്ച് നടക്കും? നീ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ നഴ്സുമാർ അടുത്തന്നെ പ്രസവം, അതിന് പകരം അവൻ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി അവൻ കൊണ്ടുവരുന്നുണ്ടല്ലേ മാർക്കറ്റിലേക്ക്. എടാ നിന്റെ അസൂയ കാരണം നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നിനക്ക് കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് ഇന്നലെ ട്രോഫികൾ നീ മേടിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിക്കുകയാണ് സച്ചി. അപ്പോഴേക്കും രേവതി ഒന്നും മൈൻഡ് പോലും ചോദിക്കുകയാണ്. വർഷ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്താ പറ്റിയേ? കുറെ നമ്മൾ ശ്രദ്ധിക്കുക, ചേച്ചി ഇങ്ങനെ തന്നെ ഒരേ നിപ്പ് നിൽക്കുകയാണല്ലോ. ചന്ദ്ര പറയുന്നുണ്ട്, അവൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ തൊട്ടേ ഇങ്ങനെ തന്നെ നിൽക്കാം, ഒരേ നിപ്പ്, ആരെന്ത് ചോദിച്ചാലും ഒരു മിണ്ടാട്ടവും ഇല്ല, ഒന്നുമില്ല, പേ അടിച്ചാലും നിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പറയുന്നുണ്ട്. നിനക്ക് സന്തോഷമൊന്നും ഇല്ല രേവതി? അയ്യോ സന്തോഷമുണ്ട് സച്ചിയേട്ടാ, നല്ല സന്തോഷമുണ്ട്. ഇന്നാ സ്വീറ്റ്സ് എടുക്കുന്നെന്ന് പറഞ്ഞ് എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുകയാണ് നമ്മുടെ സച്ചി. അങ്ങനെ സച്ചി ഭയങ്കര ഹാപ്പിയാണ്. സച്ചിയുടെ ലൈഫിലൊരു ഗോൾഡൻ മൊമെൻ്റ് തന്നെ ആയിരുന്നല്ലോ അത്, അതുകൊണ്ട് സച്ചി നല്ല ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അടുക്കളയിലേക്ക് സച്ചി രേവതി അടുത്തേക്ക് പോകുന്നത്. എന്താ രേവതി, നിനക്കൊരു സന്തോഷമില്ലല്ലോ? ഇത്രയല്ല അച്ചീവ്മെൻറ്റിൻ്റെ ഭർത്താവ് ചെയ്തതല്ലേ, നിനക്ക് എന്നിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്തേ? സച്ചിയേട്ടാ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ എന്താ രേവതി, നിനക്ക് എന്താ പ്രശ്നം? ഒന്നുമല്ല സച്ചിയേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയണം. അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സച്ചിയേട്ടാ, എനിക്കൊരു കുഴപ്പമില്ല. എന്നാ ശരി, എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞേക്കണം കേട്ടോ, ഞാൻ ടെറസിൽ കാണും. ഞാൻ ഇന്നേ അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പോവാം. ഇന്ന് ഞാൻ വൈറലായ ദിവസമല്ലേ, അതും ഒരു കുഞ്ഞിനെ പ്രസവെടുക്കാനേ ഞാനാ കാരണക്കാരനായത്, അതുകൊണ്ട് ഇന്ന് എൻ്റെ ഹാപ്പി ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആണെങ്കിൽ ടെറസിന് മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ വർഷ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. ചേച്ചിനെ ഞാൻ കുറേ നേരം ശ്രദ്ധിക്കാം, എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അല്ല ചേച്ചി ഇങ്ങനെയൊന്നും അല്ല, എന്താ ചേച്ചി എന്താ പ്രശ്നം ചോദിക്കുകയാണ്. ഒന്നുമില്ല വർഷമോളെ. അല്ല എന്തോ ഉണ്ട്, ചേച്ചി എപ്പോഴും പറയാറില്ലേ ഞാൻ ചേച്ചിയുടെ അനിയത്തിയാണെന്ന്, അതുപോലെ തന്നെയാ എനിക്കും. സത്യം പറ, എന്താ പ്രശ്നം? ഒന്നുമില്ല. എങ്കിൽ ഞാൻ പോട്ടെ, ഇപ്പം തന്നെ സച്ചിനോട് പറയാം ചേച്ചി അവിടെ നിന്ന് കരയാണ്, എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. ഇനി പൊന്നു മോളെ പറയല്ലേ, സച്ചിയുടെ പിന്നെ അത് മതി. എങ്കിലും പറ, ചേച്ചിയുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് എന്നിട്ടറിയാം. ചേച്ചി എന്തൊക്കെയോ കൊണ്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, ആ ചേച്ചിയുടെ ഹെൽത്തിന് നല്ലതല്ല, അതുകൊണ്ട് തന്നെ എന്തായാലും എന്നോട് പറഞ്ഞു എന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. ഇല്ല മോളെ, ഒരു പ്രശ്നമില്ല, ചേച്ചിക്ക് ഒരു പ്രശ്നമില്ല. അല്ല എന്തോ ഉണ്ട്, സത്യം പറ, അത് സച്ചിയേട്ടനെ വിളിക്കണോ? അയ്യോ വേണ്ട മോളെ എന്നും പറഞ്ഞിട്ട് രേവതി പറയാണ്. അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി, അപ്പം ഇന്നതൊക്കെ നടന്നു. ശ്രുതി ആണെങ്കിലോ ഒന്ന് പ്രസവിച്ചതാണെന്നാണ് പറയുന്നത്, ഇത് 2ാം ഗർഭമാണെന്ന്. എന്താ ചേച്ചി പറഞ്ഞേ, ശ്രുതി പ്രസവിച്ചതാണെന്നോ? 2ാം ഗർഭമാണെന്നോ? അതെ. അയ്യോ മോളെ പതുക്കെ പറ, ആരെങ്കിലുമൊക്കെ കേൾക്കും. മോളെ ആരോടും പറയല്ലേ, ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ. ശ്രുതിനെ ഒരുപാട് അമ്മയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, അതിനെല്ലാം നമ്മളൊരു കാരണക്കാരാവരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരി ചേച്ചി, ഞാൻ ആരോടും പറയില്ല. പക്ഷേ നമ്മുടെ വർഷമുണ്ടല്ലോ നേരെ ചെന്ന പാടെ തന്നെ ശ്രീകാന്തിനോട് പറഞ്ഞോ. ശ്രീകാന്ത് കേട്ട പാടെ, നിനക്കെന്താ വല്ല വട്ടം പിടിച്ചോ, നീ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നേ? ആരും കേൾക്കണ്ട, നിന്നെ ഒരു വെച്ചേക്കില്ല. എടാ ഞാനല്ല, ഇത് രേവതി ചേച്ചിയാ പറഞ്ഞേ. രേവതി ചേച്ചിയാണെങ്കിൽ അതെന്തെങ്കിലും കാര്യം കാണും. ഓഹോ, അപ്പം ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലേ? അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. നീ ആലോചിച്ച് നോക്കി, എന്തൊരു വിഷയം ഇത്. ഞാൻ ആരോടെങ്കിലും പറയണം. എൻ്റെ പൊന്നു മോനെ നീ പറഞ്ഞേക്കല്ലേ, പറഞ്ഞാൽ ആകെപ്പാട് വിഷയമാകും എന്ന് പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് ശ്രീകാന്ത് പുറത്തേക്ക് പോവാണ്. ആദ്യം പോയി പറഞ്ഞു തന്നെ നമ്മുടെ സച്ചിനാണ് കേട്ടോ. സച്ചി, എന്താണ് നീ പറഞ്ഞത്? സത്യമാണോടാ? അതേ ചേട്ടാ സത്യമാ, എല്ലാവരും അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യമാണ്. എനിക്ക് അപ്പളേ തോന്നിയടാ, ഈ പൗഡർ എടുത്തിന് പിന്നിൽ എന്തോ ഒരു കള്ളക്കലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തതാ. എടാ കല്യാണത്തിന് മുമ്പേ അങ്ങനെ ബന്ധം അവർക്കുണ്ടായിട്ടുണ്ടോ? എൻ്റെ ഈശ്വര, അങ്ങനാണെങ്കിൽ എല്ലാം തകർന്നടിയില്ലോടാ, നമ്മുടെ കുടുംബത്തിൻ്റെ പേരും അഭിമാനം എല്ലാം പോവല്ലോടാ എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിയേട്ടാ ഇനി സത്യമായിരിക്കോ? ഒരു 99% എനിക്ക് സത്യമാണ് തോന്നുന്നേ. സത്യത്തിൽ എന്താണ് പെർസെൻറ്റേജ്? സത്യം ഒന്നെങ്കിൽ സത്യം, അല്ലെങ്കിൽ കള്ളം, അതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും സച്ചിയേട്ടാ ഇത് ആരോടും പറയണ്ട, എനിക്ക് പേടിയാ. ഇല്ലടാ ഞാൻ ആരോടും പറയത്തില്ലടാ എന്നും പറഞ്ഞ് ആകെപ്പാട് തളർന്ന അവസരം നിൽക്കാൻ നമ്മുടെ സച്ചിയും. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് സച്ചി പിന്നാലെ പോകുന്നുണ്ട്. അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡാ നീ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്ന, നിനക്ക് വലിയ വിവരമുണ്ടോ? അച്ഛാ ഞാനല്ല, ഇത് രേവതിയാ കണ്ടുപിടിച്ചത്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ അനിയത്തി വെക്കുന്ന ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവൾ നേരിട്ട് കണ്ട കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കാര്യം വർഷ അറിഞ്ഞു, ശ്രീകാന്ത് അറിഞ്ഞച്ചാ. അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തല തന്നെ പൊട്ടി തെറിച്ചു പോകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെടാ ഇതെങ്ങാണം പുറത്തങ്ങനെ അറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം എന്താവും, നമ്മളെന്നെ ജീവിച്ചിട്ട് കാര്യമില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ താഴെ ചെന്ന് ചന്ദ്രയുടെ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. അങ്ങനെ ആരും അറിയുന്നത് നമ്മുടെ രേവതി വർഷയോട് പറഞ്ഞ കാര്യം ആ കുടുംബം മൊത്തം അറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ശ്രുതിയുടെ അടപ്പ് തെറിക്കാൻ പോകുന്ന ദിവസമാണ് കേട്ടോ. നമ്മുടെ ചന്ദ്ര കാര്യം അറിഞ്ഞല്ലോ. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ പറഞ്ഞേ, നമ്മുടെ മരുമകളാവള്
ചന്ദ്രേ, ഞാൻ അങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞതൊക്കെ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. നീ വേണമെങ്കിൽ പോയി നിന്റെ മരുമകളോട് ചോദിച്ചു നോക്ക്. അപ്പോഴേക്ക് ചന്ദ്ര ഓടിച്ചെന്ന് ശ്രുതി ശ്രുതി എടി കഥ തുറക്കടി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇന്ന് പതുക്കെ പറ, നീ അകത്ത് കയറിപ്പോൾ രഹസ്യമായിട്ട് ചോദിക്ക്. ഇതൊന്നും രഹസ്യമായിട്ട് ചോദിക്കേണ്ട കാര്യമല്ല, പരസ്യമായിട്ട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ് ചന്ദ്രൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. നമ്മുടെ വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ രേവതിയും സച്ചിയും എല്ലാവരും വന്ന് നമ്മുടെ ഹാളിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ ശ്രുതി ഇറങ്ങി വരുന്നത്. എന്താമ്മേ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചതിന് സത്യം പറയണം. എന്താമ്മേ എന്താ കാര്യം? നീ ഇതിനിപ്പോൾ പ്രസവിച്ചിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം കേട്ടപാടെ നമ്മുടെ ശ്രുതിയുടെ മനസ്സിലേക്ക് ഒരു വെള്ളടി ഇട്ടൊരു പ്രതീതി കേട്ടോ, ഒരു മിന്നലേറ്റൊരു പ്രതീതി ഉണ്ടാവുകയാണ്. അമ്മ എന്താ പറഞ്ഞേ? ചോദ്യം നിനക്ക് മനസ്സിലായില്ലേ? നീ ഇതിനിപ്പോൾ പ്രസവിച്ചിട്ടുണ്ടോയെന്ന്? നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. രണ്ടാമത്തെ പ്രസവത്തെ ചെക്കപ്പ് ചെയ്യാൻ നീ പോയതെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, നീ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോയോ? എന്നോട് പറഞ്ഞില്ലല്ലോ. അവൾ നിന്നോട് ഒന്നും ഉണ്ടായ കാര്യം പറഞ്ഞില്ല, പിന്നെയാണോ ഹോസ്പിറ്റലിൽ പോയ കാര്യം പറയാൻ പോകുന്നത്? ചന്ദ്ര പറയാണ്. ഈ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ പോയി മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര ചോദിക്കുകയാണ്, ശ്രുതി ഞാൻ ചോദിച്ചതിന് മറുപടി പറ, എന്നിട്ട് നീ കരയുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് മറുപടി കേൾക്കണം. അമ്മയാണോ എന്നോട് ചോദ്യം ചോദിക്കുന്നത്? ശ്രുതിയെ കല്യാണം കഴിച്ചതിന് മുമ്പാണോ ശേഷമാണോ നിനക്ക് ഈ കുഞ്ഞുണ്ടായത് എന്ന് ചോദിക്കുകയാണ്. അമ്മ എന്നെ അങ്ങനെയാണോ കരുതിയേക്കുന്നേ? അത് പിന്നെ അമ്മേ, എനിക്കൊരു കാര്യം ഞാൻ ആരോട് പറഞ്ഞില്ല, മറച്ചു വെച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി വർഷമെല്ലാം എല്ലാവരും അങ്ങനെ ക്യൂരിയസ് അങ്ങനെ ആ ഒരു ഇതോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായിരിക്കും പറയാൻ പോകുന്നുള്ള ആ ഒരു ടെൻഷൻ നിൽക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി അടുത്ത വലിയൊരു നുണ തന്നെ ഉണ്ടാക്കി പറഞ്ഞു കേട്ടോ. ആ ഒരു സെക്കൻഡിലുള്ള നമ്മുടെ ശ്രുതി വലിയൊരു നുണ തന്നെ ഉണ്ടാക്കി പറയുന്നുണ്ട്. അത് പിന്നെ അന്ന് എൻ്റെ അച്ഛൻ ജയിലിലാന്ന് പറഞ്ഞില്ലേ, ശരിക്കും ഞാനിന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അപ്പോഴാണ് അറിയുന്നത് എൻ്റെ അച്ഛൻ ജയിലിലാന്നുള്ള കാര്യം. അതറിഞ്ഞ പാടെ എൻ്റെ മനസ്സാകപ്പാടെ തളർന്നുപോയി, തളർന്നൊക്കെ തോന്നി. മുറിയിലേക്ക് കയറിയതും ആ ഒരു സ്ട്രെസ്സിൽ ആ ഒരു കുഞ്ഞ് പോയമ്മേ. അന്നാണെങ്കിൽ ശ്രുതിക്കാണെങ്കിൽ ജോലിയില്ല, അമ്മയും ആകപ്പാടെ തകർന്നിരിക്കുക. എല്ലാവരും എൻ്റെ അച്ഛൻ ജയിലിലായാലും സങ്കടത്തിരിക്കല്ലേ. അത് ഓർത്തപ്പോൾ എനിക്ക് അവിടെ ഒന്നും പറയാൻ തോന്നിയില്ലമ്മേ. സത്യമായിട്ടും എൻ്റെയും ശ്രുതിയുടെയും കുഞ്ഞമ്മയെ നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പുതിയ ഡ്രാമയുടെ ഇറക്കാണ്. അതായത് 1 മാസം മുമ്പേ താൻ ഗർഭിണിയായെന്നും ആ ഗർഭം അബോർട്ടായി പോയെന്നും നമ്മുടെ ചന്ദ്രനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഈ ശ്രുതി. ചന്ദ്ര ചോദിക്കാണ്, സത്യമാണോ മോളെ? അമ്മയോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിടായിരുന്നോ? അമ്മേ ഇത് അബോർട്ടായി പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പറഞ്ഞെങ്കിൽ അമ്മയ്ക്ക് ഇതിലും അപ്പുറം സങ്കടമായേനെ. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അമ്മേ, അല്ലാതെ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല. എൻ്റെ അമ്മയോട് ഞാൻ പറയാതിരിക്കുമോ? എൻ്റെ ശ്രുതിയുടെ കുഞ്ഞമ്മയെ നഷ്ടപ്പെട്ടു പോയത് എന്നും പറഞ്ഞ് അവളുടെ ആ ഒരു വീക്ക് പോയിന്റ് തന്നെ കയറി പിടിക്കുകയാണ്. ശ്രുതിയാണല്ലോ നമ്മുടെ ചന്ദ്രയുടെ വീക്ക് പോയിന്റ്, അതുകൊണ്ട് തന്നെ അവൾ ആ ശ്രുതിയിൽ തന്നെ വീക്ക് പോയിന്റ് കയറി പിടിക്കുന്നുണ്ട്. സത്യാമ്മേ, അമ്മയുടെ ഈ പൊന്നുമോൻ്റെ കുഞ്ഞാ എൻ്റെ വയറ്റിലുണ്ടായിരുന്നത്. അവൻ നഷ്ടപ്പെട്ടു പോയമ്മേ, ഒരു മുഖം പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. ആ കുഞ്ഞിൻ്റെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞ് സന്തോഷത്തോടെ പറയാൻ വേണ്ടി ഞാൻ ഓടി വന്നതാ. അപ്പോഴാണ് എൻ്റെ അച്ഛൻ ജയിലിലെന്നുള്ള വാർത്ത ഞാൻ കേട്ടത്. അതോടുകൂടി എല്ലാം അവസാനിച്ചമ്മേ. ആ സ്ട്രെസ്സിൽ ആ ഒരു കുഞ്ഞും പോയി. എല്ലാം കൂടെ അറിയുമ്പം എല്ലാവർക്കും താങ്ങാൻ കഴിയില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അവളുടെ ആ കളത്തത്തിൽ എല്ലാവരും ഫ്ലാറ്റായി കേട്ടോ. ചന്ദ്ര ആണെങ്കിലും മോക്ക് എന്നോടൊന്ന് പറഞ്ഞില്ലായിരുന്നോ, അബോഷനായി പോയിട്ട് പോലും മോളെന്ന് കെയർ ചെയ്യാൻ പോലും ഈ അമ്മയ്ക്ക് പറ്റില്ലല്ലോ. എൻ്റെ മോളെ എല്ലാവരും കണ്ണും കാതും ഒക്കെ കൂർപ്പിച്ചിരുന്ന് എൻ്റെ മോളെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ബാക്കി പറഞ്ഞവരോട് ദേഷ്യപ്പെടാൻ കേട്ടോ. നമ്മുടെ രേവതിയും വർഷയൊക്കെയാണ് ഒപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ദേഷ്യപ്പെടാണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രശ്നം ശ്രുതി അടച്ച് സോൾവ് ചെയ്യുന്നുണ്ട്. അവൾ ഒരു കള്ള കഥ ഉണ്ടാക്കി പറഞ്ഞ് ആ പ്രശ്നം എല്ലാം സോൾവ് ആക്കാണ്. അങ്ങനെയാണ് ഒരു എപ്പിസോഡ് കഴിഞ്ഞ് വന്നത് കേട്ടോ. റൂമിലേക്ക് ചെന്നതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, ഈ ഒരു കഥയിലൊക്കെ എന്തോ ഒരു കള്ളത്തരമില്ലേ രേവതി? അവൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയ കാര്യം പോലും ശ്രുതി അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ അവൾ പറയേണ്ടതല്ലേ? അത് മാത്രമല്ല, ഈ അബോഷനായ പെണ്ണുങ്ങൾ അങ്ങനെ വേറെ കുഴപ്പമില്ല നടക്കോ? ഇല്ല സച്ചേട്ടാ, ഞാനും കേട്ടിട്ടുണ്ട്. അബോഷനായി പോയ സ്ത്രീകൾ അവർക്ക് ഒരുപാട് ഫിസിക്കലായിട്ട് ബുദ്ധിമുട്ടൊക്കെ കാണും. അതുകൊണ്ട് തന്നെ റെസ്റ്റൊക്കെ എടുക്കേണ്ടി വരും. ഇങ്ങനൊന്നും ശ്രുതി ചെയ്തായിട്ട് എനിക്കറിയില്ല. ആ സംഭവത്തിന് പിറ്റേ ദിവസം തന്നെ അവൾ പാർലറിലേക്ക് പോയി ജോലി ചെയ്യുകയും ചെയ്തു. ഇതിലൊക്കെ എന്തോ കളത്തിലുണ്ടോ സച്ചേട്ടാ എനിക്ക് തോന്നിയെന്ന് അവൾ പറയുന്നുണ്ട്. സച്ചി പറയാണ്, അതേടോ എനിക്ക് തോന്നി. അവക്കെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളെയല്ലേ ശ്രുതി. അതിനപ്പുറത്തൊക്കെ എന്തൊക്കെയോ ഇവൾക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്ററീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് സച്ചി പറയുന്നുണ്ട്. ശരി സച്ചിടാ, എനിക്കങ്ങനെ തോന്നി. ഇതേ സമയത്ത് തന്നെ വർഷയുടെ ശ്രീകാന്തിൻ്റെ മുറിയിലും ചർച്ച നടക്കാണ്. വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് എനിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് ശരിയാണെങ്കിലേ ഇവർ പണ്ട് പ്രാവശ്യം ഒരു കഥ പറഞ്ഞു, ഒരു പെൺകുട്ടി പ്രസവിക്കുന്ന ഒരു കഥ. ശരിക്കും അവർ ഫീൽ ചെയ്ത് എങ്ങനെ പ്രസവിക്കുമ്പോൾ പെയിൻ ഉണ്ടാവുമോ അതുപോലെ അവർ പറഞ്ഞത്. അത് കേട്ട് ഞാൻ ആകപ്പാടെ പേടിച്ച് വേർത്ത് പോയെന്ന് അവൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല, പല സമയത്തും ഇവർക്ക് എന്തൊക്കെയോ കള്ളത്തിലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളൊക്കെ ബ്യൂട്ടി പാർലറിൽ അവരുണ്ടെന്ന് പറഞ്ഞ സമയത്തൊന്നും അവരുണ്ടാവാറുമില്ല. എന്തൊക്കെ ഒരു കള്ളത്തരം ഇവരുടെ പിന്നിലുണ്ട്.
അത് മാത്രമല്ല ഈ ഒരു അബോഷനായി കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾ എങ്ങനെ പോയാലും കുറച്ച് കാലത്തേക്ക് റെസ്റ്റ് എടുക്കേണ്ട വരുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞു കിട്ടുള്ളത്. പക്ഷേ ഇവർ പിറ്റേ ദിവസം തന്നെ ജോലിക്കും പോയി എന്തൊക്കെയോ കള്ളത്തിലുള്ള ശ്രീകാന്ത് എന്ന് പറയാണ്. എൻ്റെ പൊന്നു വർഷേ, നീ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട, ദയവ് ചെന്നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ പ്രശ്നം അവർ സോൾവ് ആക്കിയല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അമ്മയും അച്ഛനോട് സോൾവ് ആക്കിക്കോളും. എനിക്കതിലൊന്നും അന്വേഷിക്കാൻ പറ്റില്ല, എൻ്റെ മനസ്സമാനം കളയാനും പറ്റില്ല. ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു തീർത്തപ്പോൾ തന്നെ സമാധാനമായത്. ഹോ, സ്വസ്ഥമായി നീ എന്നെ കിടന്ന് ഉറങ്ങാവൂ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഉറങ്ങിക്കോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും പറഞ്ഞിട്ട് വർഷയും കയറി കിടന്ന് ഉറങ്ങുന്നുണ്ടോ. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു സ്റ്റോറി. നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.